ഇത്ര പൈസ കൊടുത്ത് മേടിച്ചിട്ട് അമ്മ അതേ കൈ കൊണ്ട് കഴിയോടെ വെച്ചിരിക്കുന്നു. അവിടെ വെച്ചിരിക്കുന്നു കൈ കൊണ്ട് കഴി. ഇപ്പൊ തുണി ഉണ്ടാന്ന് ചോദിക്കുമ്പോ അമ്മ പറയും ആ തുണിയൊന്നും ഇല്ലെന്ന്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണോ? ഇപ്പൊ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. 12:30 ആകുമ്പോൾ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാൻ ആൾ വരുന്ന പറഞ്ഞിരിക്കുന്ന അരമണിക്കൂറിൽ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി. അപ്പം കൊള്ളാം, എനിക്ക് ആമസോൺ കൊറിയറും വന്നു. പിന്നെ ഇന്ന് വേറൊരു പണിയും കൂടെ 2 മണിയാകുമ്പോൾ എൻ്റെ കസിൻ്റെ മാരേജ് ആയ കസിനില്ലേ, കസിൻ ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ, അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഉണ്ടെന്ന് അമ്മ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല. അപ്പം എന്നാലും അതിനും പോകണം. പക്ഷേ എഡിറ്റ് ചെയ്ത് തീർന്നില്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പോകും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇതെനിക്കൊന്ന് കോൾഗേറ്റ് ആണ്. അപ്പം ഈ പാക്കറ്റിനകത്ത് വന്നതൊരു കോൾഗേറ്റ് ആണ്, വിസിബിൾ വൈറ്റ് സേവർ പാക്ക്. പിന്നെ മറ്റേത് ലെൻസ് ക്ലീൻ ചെയ്യുന്നത്. വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്ത് അകത്തോട്ട് വെക്കണം. അകത്തോട്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ തന്നെ വെച്ചത് കുറച്ച് പണിയായിരുന്നു. ഇത് അനങ്ങുന്നില്ല കൊടുക്കുന്ന വെയിറ്റ്. കേരളത്തിൽ ഇലക്ട്രിസിറ്റി കൂടിയിട്ടാണ്, വൈദ്യുതി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. കുറെ ഊള ട്രാൻസ്ഫോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൊട്ടയിൽ പിടിച്ചിലൊക്കെ കറണ്ട് പോകും. ഞാൻ എഡിറ്റ് ചെയ്ത പകുതി കാര്യങ്ങളൊക്കെ പോയി കാണും കറണ്ട് പോയതുകൊണ്ട്. ഓട്ടോ ആയിട്ട് സേവ് ആകുന്നതാണ്, പക്ഷേ കറണ്ട് ഇങ്ങനെ അബ്രപ്റ്റ്ലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോ സേവ് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല. ഇതേ കണ്ട ഫയൽ ഡാമേജ് ആയി, തുറക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ 1 മണിക്കൂർ ഇരുന്ന് എഡിറ്റ് ചെയ്ത വലിയ കാര്യമൊന്നുമില്ല. അപ്പം ചേട്ടനെ വെച്ച് തരുന്നത് ഇത് മറ്റേ ആ സെമി ഓട്ടോമാറ്റിക്കാണ് മാറ്റിയത്, ഇതിലോട്ട് മാറ്റുക. നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. തുണിയിൽ 2 ഫ്രീ ആയിട്ട് ലിക്വിഡ് തന്നിരിക്കുന്നത്. ഏതാ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിന്റെ പൈപ്പില്ല, ഇതിന് വെള്ളം ലീക്കാണ്. അപ്പോൾ ഒരു പുതിയ പൈപ്പ് ചേട്ടനായിട്ട് പോയി മേടിക്കാൻ പോയി. പൈപ്പ് ഞാൻ മേടിച്ചിട്ട് വന്നു. ഇനി എനിക്ക് ജസ്റ്റ് ആ മെയിൻ കണക്ഷൻ ഓഫ് ആക്കണം. താഴത്ത് വെള്ളം വീഴുന്നില്ല പൈപ്പ് വരായിരുന്നു. അതിന് എവിടെ നിന്നാണ് ഓഫ് ആക്കുന്നത് അറിയത്തില്ലല്ലോ. പൊക്കം തന്നെയാണ് ഓഫ് ആക്കുന്നത്. വീട്ടിന്റെ പുറകിലുണ്ടായിരുന്നു, അതങ്ങോട്ട് തിരിക്കണ്ട, അടഞ്ഞെന്ന് തോന്നുന്നു. ഈ പൈപ്പിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വേറൊരു പൈപ്പ് മേടിച്ചിട്ടുണ്ട്, ഈ വാഷിംഗ് മെഷീന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടൻ എന്തായാലും അത് ഫിറ്റിംഗ് ആയിട്ട് നേടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ക്യാമറ കിടക്കുന്നത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകത്തില്ല. വേറൊരു ഡീസ്കെയിലിങ്ങിൻ്റെ പൗഡർ ഉണ്ട്, ഈ വാഷിംഗ് മെഷീൻ 30-40 വാഷ് ആകുമ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ചേട്ടനെ ഉണ്ട്, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ആ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓടേണ്ടി വന്ന് പൈപ്പ് എല്ലാം കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനിയെല്ലാം സെറ്റായി. മോനെ വാഷ് മൈ ഫസ്റ്റ് ക്ലോസ് ഇന്ന്. I don't know why I'm so excited about a washing machine, because I wanted to buy this one for a long time, you know. ഒരു വാഷിംഗ് മെഷീന് വേണ്ടി ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് പറഞ്ഞു എനിക്ക്. ഇതാണ് ആ ഡി സ്കെയിലിൻ്റെ മറ്റേ വൃത്തിയാക്കുന്ന ടാങ്ക് ഒക്കെ. സെപ്റ്റി ടാങ്ക് അല്ല, വാഷിംഗ് മെഷീൻ ടാങ്ക്. ഞാൻ എന്ത് കാണിക്കാനും വാഷിംഗ് മെഷീൻ, നിങ്ങൾ ഓർക്കുമായിരിക്കും ഒന്നും ഇല്ല അകത്ത്. ഇത്ര പൈസ കൊടുത്ത് മേടിച്ചിട്ട് അമ്മ അതേ കൈ കൊണ്ട് കഴിയോടെ വെച്ചിരിക്കുന്നു. അവിടെ വെച്ചിരിക്കുന്നു കൈ കൊണ്ട് കഴിയും. ഇപ്പൊ തുണി ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ആ തുണിയൊന്നും ഇല്ലെന്ന്. എന്നാലും ഉണക്കി ടെസ്റ്റ് ചെയ്തേക്ക്, ഉണങ്ങി വരുമെന്ന് നോക്കട്ടെ, വർക്ക് ചെയ്യാൻ നോക്കട്ടെ. എന്നാലും ഉണക്കിയിട്ടുണ്ട്, ഉണക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഉണക്കട്ടെ, അതുവരെ നമുക്ക് ആഹാരം കഴിക്കാം. മീൻ കറി, മീൻ വറുത്തത്, മീൻ മുട്ട, പിന്നെ കുറച്ച് ചോറ്. പിന്നെ സ്പിന്നിങ് ടൈം ഇരുന്നിട്ടുണ്ട്, നോക്കാൻ ഇത് ഉണങ്ങിയിട്ടുണ്ടായില്ലെന്ന്. കുഴപ്പമില്ല, കൊള്ളാം. 5-6 പ്രാവശ്യം കറണ്ട് പോയി. ഓരോ പ്രാവശ്യം കറണ്ട് പോകുമ്പോൾ എൻ്റെ വീഡിയോ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്ലോഡ് ആകുന്നത്. അതൊരു തീരുമാനമാക്കി ഞാൻ ഫൈനലി അപ്ലോഡ് ചെയ്ത് വന്നപ്പം കസിൻ്റെ വീട്ടിൽ പോകണമായിരുന്നല്ല, അമ്മ സ്വന്തമായിട്ട് പോയി ദേ സ്വന്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. എന്നെ വിളിക്കാതല്ലേ അമ്മ പോയെ? ഇനി ഇവിടെ കാത്ത് നിന്ന് നിന്റെ എഡിറ്റും ചെയ്യുന്നില്ല, ഒന്നും തരുന്നില്ല. പിന്നെ അവിടെ സമയം പോകും. സ്വന്തമായിട്ട് അമ്മ പോയി, സ്വന്തമായിട്ട് പോയി അല്ലേ? സ്വന്തമായിട്ട് പോയി. എത്ര പ്രാവശ്യം വിളിച്ച് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിനകത്ത് ബെഡ്ഷീറ്റും വലിച്ചു വാരിക്കൊണ്ട് കഴുകാൻ പോകുന്നു. എന്താ, ഞാൻ വാഷിംഗ് മെഷീൻ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ പുതുതായിട്ട് ഒരു സാധനം ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ടെസ്റ്ററായിരുന്നു. ആദ്യം ഉണക്കുക, പിന്നെ വാഷ് ചെയ്യുക. എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അമ്മയ്ക്ക് ക്ഷമയില്ല, എനിക്ക് നല്ല ക്ഷമയുണ്ട്. ഈ പോലെ അമ്മയുടെ പുറകെ കിടക്കണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷമയാ. സന്തോഷിക്കണ്ട. എല്ലാരും കേട്ടില്ല, കേട്ടില്ല. ഇനിയിപ്പോ ഞാൻ കഴുകണ്ട, നല്ല കാര്യം. ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നോ? ബർത്ത്ഡേ പാർട്ടിക്ക്? ആരുടെ ബർത്ത്ഡേ പാർട്ടി? എന്റെ സ്റ്റാഫിന്റെ പേരക്കിടാവിന്റെ ബർത്ത്ഡേ. സ്റ്റാഫിന്റെ പേരക്കിടാവിന്റെ ബർത്ത്ഡേ? ഏത് കേക്കാ? അയ്യോ, എനിക്കറിയില്ല ഏതാണ് കേക്കെന്ന്. അവരുടെ വീട്ടിൽ കേക്ക് മുറിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഒരു റോളും ഇല്ല. ഏത് കേക്കാണെന്നൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വരുന്നത്. എന്റെ ദൈവമേ, കേക്ക് കഴിക്കാനാണോ വരുന്നത്? കഴിക്കുന്നില്ല, വേറെ കഴിക്കുന്നതിന് നോക്കാല്ലോ. എഴുതിക്കോ, പേരെഴുതിക്കോ. പൈസ ഇടണ്ടേ ഇതിനകത്ത്? പൈസ ഇട്ട് കൊടുക്കുക. അവൾക്ക് ഉടുപ്പും കൊടുത്തത് കൊച്ചവൾക്ക്. എവിടെയാണ് പേരുകളുണ്ട്? അന്നാത് കരണ്ടും പോയി. ഇത് എന്തുവാണിത്? കാണാനും മേലെ. 10,000 ഇട്ടിട്ടുണ്ടെന്ന്. ഒട്ടും കട്ടിയില്ല. വെയിറ്റ് കുറവാണ്. ഇനി മഴ പെയ്യുന്നതിനെ കൂടി എടാ മോനെ,
എത്രയും പെട്ടെന്ന് ഒരു കാർ വാങ്ങിയിടാം. ഓ പഴയതായാലും റോഡിൽ പോയി കാറിയാ മതി. പഴയത് മതി. പഴയ രീതി എന്തായാലും പറഞ്ഞിട്ട് കാര്യം. ബർത്ത്ഡേകള് വേറെ ആരുടെയും കയ്യിലാണ് അപ്പൊ കരയെന്ന് തോന്നുന്നു. ആഗ്നി. ഹലോ, അതിന് തൊണ്ട പൊട്ടിയത് പറഞ്ഞു. യൂട്യൂബ് ചാനൽ. അപ്പൊ ഇവിടുന്ന് പോവുകയാണ് ഞാൻ. മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് വീഡിയോ പിടിച്ചില്ലെങ്കിൽ വീഡിയോ എത്തത്തില്ല. അവർ ഇപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ബിരിയാണി ആയിരുന്നു, അപ്പോൾ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. സെയിം കണക്ഷനാണ് എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ ഹൽവ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. വെച്ചാൽ കോഴിക്കോടൻ ഹൽവ എന്തോ ഒരു ഹൽവയാണ്, പുറത്ത് ഹൽവയാ. അപ്പോൾ എന്തായാലും അവരെന്നെ വിളിച്ചതിക്ക് നമുക്കൊന്ന് പോയി കഴിച്ചിട്ട് വരണ്ടേ. വന്നേക്കല്ലേ, പോവാണ്. അവൻ പുതിയൊരു ടി വി മേടിച്ചു കേട്ടോ, വി എന്നും പറഞ്ഞ ബ്രാൻഡ്. ഞാൻ കേട്ടിട്ട് പോലും. അങ്ങനെയാണ്. ഒരു 85 ഇഞ്ച് ആക്കിയിരുന്നെങ്കിൽ അങ്ങനെയാണ്. ഇത് 65 ഇഞ്ച് ഉണ്ട്. ഇതാണ് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹൽവ. ഈ വെള്ള കളറിരിക്കുന്ന ഹൽവ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. തേങ്ങണയാണെന്ന് തോന്നുന്നു. നല്ല കുറെ എണ്ണയുണ്ട്. അപ്പം എല്ലാ ഹൽവയ്ക്കും എണ്ണ ഉള്ളതാണ്. ഇത് എൻ്റെ ഡ്രസ്സാണ് അച്ഛൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പഴയെന്ന് വെച്ചാൽ ചെറുപ്പത്തിലുള്ള അതിന് ഹൽവ കഴി. അതിനകത്തോട്ട് കപ്പലണ്ടി വെക്കാമല്ല ഹൽവ കഴി. കൊള്ളാവാ? കൊള്ളാം. നടന്നു പോവാ. അമ്മയ്ക്കല്ലേ ഈ പാതിരാത്രി നാരങ്ങളും വേണമെന്ന് പറഞ്ഞു. നടന്നു പോവാ. മഴയില്ല. വാ അമ്മ. 10 മണി ആയിട്ടില്ല. അതിനു മുമ്പേ അച്ഛൻ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗേറ്റ് അടച്ചിടക്കണം. വീട്ടിൽ നാരങ്ങയില്ലേ? ഇല്ല. കൊള്ളാം. അമ്മ നടന്ന് എപ്പോഴും നടുക്കോട്ടാ പോകുന്ന. അകത്തോട്ട് പോവാ. ഞാൻ എപ്പോഴും അമ്മ കൊണ്ടായിരുന്നു. അമ്മ നടന്ന് റൈറ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് ഒരു ലസ്സി അച്ഛന് വേണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മനെ ഏത് സമയത്ത് എന്തും കുടിക്കുന്നതിന് കുഴപ്പമില്ല. ഞാനും ഏത് സമയത്ത് എന്തും കുടിക്കുക. എനിക്കും വേണേ കുടിക്കുക. ഇന്ന് ഇവിടെ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.